കുറച്ചു കഴിഞ്ഞപ്പോൾ മിങ്കു തന്റെ ചുണ്ടിൽ പൂവുമെടുത്ത് അമ്മയുടെ അടുത്തേക്ക് വന്നു. ഞാൻ ജയിച്ചു. സബ്ബാഷ് മോനെ. എന്നാൽ പിങ്കു എവിടെ? അവൻ ഇപ്പോൾ തന്നെ ഇങ്ങെത്തും. അപ്പോൾ പിങ്കു വെറും കൈയോടെ അവിടേക്ക് വന്നു. പിങ്കു മോനെ, നീ എന്താ പൂ കൊണ്ടുവരാത്തത്? മിങ്കു പൂവും കൊണ്ടുവന്ന് യോഗ്യനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എന്നോടൊപ്പം ഈ വീട്ടിൽ ഇവനെ താമസിക്കാൻ പറ്റൂ. കുഴപ്പമില്ലമ്മേ, അവൻ എന്നെയും കൂടെ കൂടപ്പുറപ്പല്ലേ. എനിക്ക് സന്തോഷമുണ്ട് അവൻ ജയിച്ചതിൽ. ഇപ്പീ, ഞാൻ വീടിന്റെ അകത്തേക്ക് കയറാൻ പോകുന്നു. അപ്പോൾ മിങ്കു വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് വീടിന്റെ വാതിൽ അവന്റെ മുൻപിൽ അടഞ്ഞു. അയ്യോ, ഇതെന്താമേ? ഇതു കണ്ട് 3 പേരും അത്ഭുതപ്പെട്ടു. അപ്പോൾ വീണ്ടും അവിടെ ദേവത പ്രത്യക്ഷപ്പെട്ടു. മിങ്കു, നിന്റെ അമ്മ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മൃഗങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവൾ സഹായിച്ചിരുന്നു. അതിൽ സന്തോഷവതിയായാണ് ഞാൻ ഈ വീട് അവൾക്ക് കൊടുത്തത്. നിങ്ങൾ 2 പേരെയും ഈ പൂ കൊണ്ടുവരാൻ പറഞ്ഞയച്ചപ്പോൾ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുകയായിരുന്നു.